Welcome to the online class. First topic is that powers and duties of a company liquidator in connection with the voluntary winding up. The previous class we have discussed about the what do you mean by voluntary winding up and what are the procedures to be followed for voluntary winding up. In today's class, let's study about the liquidator duty and powers in connection with the voluntary winding up. നമ്മുടെ ഈ ഒരു വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് ലാസ്റ്റ് ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ടുപോകുന്നത്. ഇതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് കമ്പൾസറി വൈൻഡിങ് അപ്പ്. ദെൻ നെക്സ്റ്റ് വോളണ്ടറി വൈൻഡ് അപ്പ് ചെയ്തതിന് ശേഷം കമ്പനിയുടെ പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളത്, അതിൻ്റെ ലീഗലായിട്ടുള്ള സ്റ്റാറ്റസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിൻ്റെ കോൺസിക്വൻസ് എന്താണ് എന്നുള്ളതാണ് ഫൈനൽ ടോപ്പിക്കായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം what are the powers of liquidator, company liquidator in the voluntary winding up. First one പറയുന്നത് perform such functions and discharge such duties as may be determined from time to time by the company or the creditors. നമുക്കറിയാം ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ പാനലിൽ നിന്ന് എന്ത് ചെയ്യാം, ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിന് തന്നെ കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, എത്ര ടൈമിനുള്ളത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടൈം ടു ടൈമായിട്ട് ആ ഫങ്ഷൻസുകളെല്ലാം പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടീസുകളെല്ലാം ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. Then number 2, settle the list of contributories. Contributories, we know that a person who is liable to pay the assets to the company during the winding up of company. കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കൊടുക്കാനുള്ള ലാബിറ്റൊക്കെ മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്ക് അസറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണ് കോൺട്രിബ്യൂട്ടറീസ്. അപ്പോൾ ലിക്വിഡേറ്ററുടെ മറ്റൊരു ഫംഗ്ഷനായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ പവറായിട്ട് വരുന്നതാണ് ഈ കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. നമ്പർ 2 is that settle the list of the contributors. And number 3, call general meeting of the company for the purpose of obtaining sanction of the company by the ordinary or special resolution. അതായത് കമ്പനിയുടെ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്തു കഴിഞ്ഞാൽ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ മീറ്റിംഗ്, മെമ്പേഴ്സിൻ്റെ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാറുണ്ട്. അപ്പോൾ കൺവീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴായിരിക്കും മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ അതിൽ റെസൊല്യൂഷൻ പാസ്സാക്കാവുന്നതാണ്. അപ്പം അങ്ങനെ പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫൈനൽ മീറ്റിംഗ് വിളിച്ച് ചേർക്കേണ്ടതും ആരായിരിക്കണം, കമ്പനി ലിക്വിഡേറ്ററാണ്. ദാറ്റ് ഈസ് കോൾ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി ഫോർ ദ പർപ്പസ് ഓഫ് ഒബ്റ്റെയിനിങ് ദ സാങ്ഷൻ ഓഫ് ദ കമ്പനി ബൈ ദ ഓർഡിനറി ഓർ സ്പെഷ്യൽ റെസൊല്യൂഷൻ. നെക്സ്റ്റ് നമ്പർ 4, മെയിൻറ്റെയിൻ റെഗുലർ ആൻഡ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്. കമ്പനിയുടെ വൈൻഡപ്പുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടുകളും അത് വളരെ പ്രോപ്പറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയും ആർക്ക് തന്നെയാണ്, അതിൻ്റെ പവറും ആർക്ക് തന്നെയാണ്, കമ്പനി ലിക്വിഡേറ്റർക്കാണ്. Another one, prepare quarterly statement of accounts and send it to the and file to the registrar within 30 days from the close of each quarter. കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും ആരാണ്, ലിക്വിഡേറ്ററാണ്. അപ്പോൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ടുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ കമ്പനിയുടെ ഈ വൈൻഡ് അപ്പ് പ്രൊസീജിയർ ഒരിത്തിരിയും കൂടെ ലോങ് ടേമിലായിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ക്വാർട്ടർലി ആയിട്ട് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി എങ്കിലും ഒരു വർഷത്തിൽ ഒരു മീറ്റിംഗ് മെമ്പേഴ്സിന് വിളിച്ച് ചേർക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ മീറ്റിംഗ് വിളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ അത് പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ടുകൾ മീറ്റിംഗ് വിളിച്ച് ചേർത്ത് ആ ഡേറ്റ് മുതൽ എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രാർക്ക് അത് ഫയൽ ചെയ്യേണ്ടതുമാണ്. Another one, pay the debtor of the company and adjust the right of the contributors among themselves. കമ്പനിയുടെ ലാബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കേണ്ട ഡ്യൂട്ടിയും ഉണ്ട്. അതേസമയം ആരിൽ നിന്നൊക്കെയാണ്, ഏതെല്ലാം കോൺട്രിബ്യൂട്ടറീസിൽ നിന്നാണോ അസറ്റുകൾ കിട്ടാനുള്ളത് അവരുടെ കയ്യിൽ നിന്ന് അത് വളരെ പ്രൊപ്പോർഷനേറ്റഡ് ആയിട്ട് തന്നെ അത് വാങ്ങിക്കേണ്ടതും ആര് തന്നെയാണ്, കമ്പനി ലിക്വിഡേറ്റർ തന്നെയാണ്. ലാസ്റ്റ് വൺ, ഒബ്സർവ് ആൻഡ് കെയർ ആൻഡ് ഡെലിജൻസ് ഇൻ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്.
അതായത് ഈ കമ്പനി ലിക്വിഡേറ്ററിന് ചെയ്യേണ്ടതായിട്ടുള്ള ഫങ്ഷൻസ്, ഡ്യൂട്ടീസുകളൊക്കെ ഉണ്ട്, പവേഴ്സുകളുണ്ട്. അത് വളരെ ശ്രദ്ധാപൂർവം ആത്മാർത്ഥതയോടുകൂടെയും തെറ്റുകളില്ലാതെയും ചെയ്തു തീർക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്തിരിക്കണം, ഒബ്സർവ് ചെയ്തിരിക്കണം. ഇത്രയാണ് നമുക്ക് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കമ്പനി ലിക്വിഡേറ്റർ ഈ കമ്പനിയുടെ ലിക്വിഡേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും അതേസമയം പ്രോപ്പറായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിലയിരുത്തുകയും കമ്പനിയുടെ എല്ലാ വൈൻഡ് അപ്പ് പ്രൊസീജിയറുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സെറ്റിൽമെൻറ്റ് ചെയ്ത് തീർക്കേണ്ട ഡ്യൂട്ടിയും ആർക്ക് തന്നെയാണ്, കമ്പനി ലിക്വിഡേറ്റർക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റ് പറയുന്നത് ഇതാണ്, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി ലിക്വിഡേറ്റർ ഇൻ കണക്ഷൻ വിത്ത് ദി വോളണ്ടറി വൈൻഡിങ് അപ്പ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അനദർ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പിൻ്റെ, അതായത് ട്രൈബ്യൂണലായിട്ട് നടത്തുന്ന വൈൻഡിങ് അപ്പും വളണ്ടറി ആയിട്ട് വൈൻഡിങ് അപ്പ് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് നമുക്കറിയാം. രണ്ട് മോഡിലാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഒന്ന് കമ്പൾസറി വൈൻഡിങ് അപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് വൈൻഡിങ് അപ്പ് ബൈ ദ ട്രൈബ്യൂണൽ. നമ്പർ 2 വോളണ്ടറി വൈൻഡിങ് അപ്പ്. തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനും കൂടെയാണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുള്ളതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് കമ്പൾസറി വൈൻഡിങ് അപ്പ്. കമ്പൾസറി വൈൻഡിങ് അപ്പിനെ പറയുന്ന മറ്റൊരു പേരാണ് വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ് ഈ ട്രൈബ്യൂണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ. വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പ് ദ ട്രൈബ്യൂണൽ തന്നെ ആയിരിക്കും അത് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും എടുക്കുന്നത്. അതേസമയം വോളണ്ടറി വൈൻഡിങ് അപ്പിൽ ഒരു സ്പെഷ്യൽ റെസല്യൂഷനോ അല്ലെങ്കിൽ ഓർഡിനറി റെസല്യൂഷനോ പാസ്സാക്കിക്കൊണ്ട് കമ്പനിയിലുള്ള മെമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ആവാം. So the voluntary winding up is done by the company through the passing of a resolution. That is the first difference. Number 2, tribunal appoint the official liquidator. അതായത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ലിക്വിഡേറ്ററിനെ ഈ രണ്ട് വൈൻഡിങ് അപ്പിലും ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രൈബ്യൂണലിൽ വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണലിൽ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ട്രൈബ്യൂണൽ തന്നെ ആയിരിക്കും. അതേസമയം വോളണ്ടറി വൈൻഡിങ് അപ്പിൽ ആർക്ക് അപ്പോയിന്റ് ചെയ്യാം, ക്രെഡിറ്റേഴ്സിന് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാം. അതായത് കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പാനൽ തന്നെ, ലിക്വിഡേറ്റേഴ്സിൻ്റെ പാനൽ ഉണ്ടായിരിക്കും. അതിൽ ആ പാനലിൽ നിന്നും അപ്പോയിന്റ് ചെയ്യുന്നത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിന് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. തേർഡ് വൺ ഈസ് ദാറ്റ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺട്രോളിങ് ആർക്കായിരിക്കും എന്നുള്ളതാണ്. ട്രൈബ്യൂണൽ വൈൻഡിങ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ tribunal, but in the case of the voluntary winding up, the voluntary winding up are controlled by the members or the creditors. അതായത് മെമ്പേഴ്സിൻ്റെ വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ടായിരിക്കും. അതിൽ ഈ രണ്ട് പേർക്കും എന്ത് ചെയ്യാം, വൈൻഡിങ് അപ്പിൻ്റെ പ്രോസസ്സുകൾ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ അവർക്ക് ഉണ്ടായിരിക്കും. ഫോർത്ത് വൺ പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദി കേസ് ഓഫ് ദി വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ സ്റ്റെപ്സുകൾ പറഞ്ഞപ്പോൾ ഫസ്റ്റ് വൺ തന്നെ അതിലൊരു സ്റ്റെപ്പായിരുന്നു ഡിക്ലറേഷൻ ഓഫ് ദി സോൾവൻസി. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ബെറ്റർ ആണ് എന്ന് പറയുന്ന ഒരു സോൾവൻസി ഡിക്ലറേഷൻ എന്ത് ചെയ്തിരിക്കണം, പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ ചെയ്യണം എന്നുള്ളത് വോളണ്ടറി വൈൻഡിങ് അപ്പിൽ മാത്രമേ ആവശ്യമുള്ളൂ. കമ്പൾസറി വൈൻഡിങ് അപ്പിൽ എന്തില്ല, ഈ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഈസ് നോട്ട് റിക്വയർഡ്. That is the fourth difference. The declaration of the solvency is not required in the case of the tribunal, winding up by the tribunal, but in the case of the voluntary winding up, declaration of solvency is essential. The next last one is the difference. വൈൻഡിങ് അപ്പ് കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പിൽ വൈൻഡിങ് അപ്പ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, വൈൻഡിങ് അപ്പ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാം. വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ കമ്മിറ്റി. The main duty of the committee is to assist and supervise the procedure of the winding up. അപ്പോൾ കമ്പനിയുടെ ലിക്വിഡേറ്ററിനെ അസിസ്റ്റ് ചെയ്യാനും കമ്പനിയുടെ വൈൻഡിങ് അപ്പ് പ്രൊസീജിയറിനെ സൂപ്പർവൈസ് ചെയ്യാനുള്ളൊരു കമ്മിറ്റിയാണ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി.
അപ്പോൾ വളണ്ടറി വൈൻഡിങ് അപ്പിൽ അങ്ങനെ ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത് കമ്പൾസറി അല്ല. പക്ഷേ ട്രൈബ്യൂണൽ എന്ത് ചെയ്യാറുണ്ട്, ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആരാണ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, കമ്പൾസറി വൈൻഡിങ് അപ്പിൻ്റെ ടോപ്പിക് പറയുമ്പോൾ. അപ്പോൾ ഡിഫറൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൈൻഡിങ് അപ്പ് കമ്മിറ്റി ഈസ് റിക്വയർഡ് ഇൻ ദി വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ, ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദി കേസ് ഓഫ് ദി വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു 5ഓളം ഡിഫറൻസുകൾ ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അനദർ ടോപ്പിക് ഇസ് ദാറ്റ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. നമുക്കറിയാം വോളണ്ടറി വൈൻഡിങ് അപ്പിൽ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ക്രെഡിറ്റേഴ്സ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം വളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സിന് അവരുടെ താല്പര്യപ്രകാരം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. പക്ഷേ 2013 കമ്പനീസ് ആക്ട് അനുസരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ വളണ്ടറി വൈൻഡിങ് അപ്പിനെ എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. 1956 അതായത് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് കമ്പനീസ് ആക്ട് ആയിട്ടുള്ള 1956 സെക്ഷൻ 502 സെക്ഷൻ 509 ഇതിലാണ് ഈ ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പിനെ കുറിച്ചുള്ള റൂളുകൾ പറയുന്നത്. ഈ പറയുന്ന പുതിയ കമ്പനീസ് ആക്ട്, ന്യൂ കമ്പനീസ് ആക്ട് 2013 ഈ ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പിനെ എന്ത് ചെയ്തിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂൾ അവിടെ അപ്ലിക്കബിൾ അല്ല, അങ്ങനെ ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ എന്താണ് ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് അതായത് സാധാരണയായിട്ട് വൈൻഡിങ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം, ക്രെഡിറ്റേഴ്സ് മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ വളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ സോൾവെൻ്റ് ആയിരിക്കണം. ആ സോൾവൻസി ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഈ ക്രെഡിറ്റേഴ്സിൻ്റെ വളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യുന്നത് ഇങ്ങനെ സോൾവെൻ്റ് അല്ലാത്ത കമ്പനികളാണ്. ദാറ്റ് ഈസ് ദ ഇൻസോൾവെൻ്റ് ആയിട്ട് വരുന്ന കമ്പനികളുടെ കേസിലായിരിക്കും ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പോൾ അവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ വളണ്ടറി വൈൻഡിങ് അപ്പ് നടക്കാനുള്ള കാരണം എന്തായിരിക്കും, അവരുടെ അസറ്റുകൾ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ലാബിലിറ്റീസുകൾ മീറ്റ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ആർക്കില്ല, കമ്പനിക്കില്ല. അങ്ങനെ വരുമ്പോഴായിരിക്കും കമ്പനി ഇൻസോൾവെൻ്റ് ആണ് അല്ലെങ്കിൽ ഫൈനാൻഷ്യലി സ്ട്രെങ്ത് അല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്നത്. അങ്ങനെയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണല്ലോ ഈ സോൾവൻസി ഡിക്ലറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് അതിന് സാധ്യമല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യാം, ക്രെഡിറ്റേഴ്സിന് വളണ്ടറി വൈൻഡിങ് അപ്പിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കാം. അപ്പോൾ പുതിയ കമ്പനീസ് ആക്ടിൽ ഇത് അപ്ലിക്കബിൾ അല്ല. പക്ഷെ പഴയ കമ്പനീസ് ആക്ടിൽ എന്തുണ്ട്, ക്രെഡിറ്റേഴ്സിന് വളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സുകൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പുതിയ കമ്പനീസ് ആക്ടിൽ ഇല്ലല്ലോ, പഴയ കമ്പനീസ് ആക്ടിലാണ് പറയുന്നത്. 500 മുതൽ 509 വരെയുള്ള സെക്ഷൻസുകളിൽ പറയുന്ന പ്രൊവിഷൻസുകളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ വളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ദ കമ്പനി മസ്റ്റ് കോൾ എ മീറ്റിംഗ് ഓഫ് ദ ക്രെഡിറ്റേഴ്സ് ഓൺ ദി സെയിം ഡേ or the day next to the date which general meeting was to be held for passing resolution for voluntary winding up. നമുക്കറിയാം വളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള 2 സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ പാസിംഗ് ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് ബൈ പാസിംഗ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻ. അപ്പം അങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അപ്പോൾ ആ മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് കമ്പനി ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ച് ചേർത്തിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊവിഷനായിട്ട് പറയുന്നത്. ദ കമ്പനി മസ്റ്റ് കോൾ ഫോർ എ ജനറൽ മീറ്റിംഗ് ഓഫ് ദി ക്രെഡിറ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്രെഡിറ്റേഴ്സിനെ വിളിച്ച് ചേർക്കുന്നത്, ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടാണ് ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത്. കമ്പനി വളണ്ടറി വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് പറയുന്ന ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് മീറ്റിംഗ് വിളിച്ചു ചേർത്തതിന് ശേഷമാണ്. ഓക്കെ, ഇനി മീറ്റിംഗ് വിളിച്ച് ചേർക്കുമ്പോൾ നോട്ടീസ് നൽകിയിരിക്കണം. അപ്പോൾ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ക്രെഡിറ്റർ ടു ബി സെൻഡ് ബൈ പോസ്റ്റ് ടു ദ ക്രെഡിറ്റേഴ്സ്. നിയമാനുസൃതം ആണിത് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട് എല്ലാ ക്രെഡിറ്റേഴ്സിനും എന്ത് നൽകിയിരിക്കണം, ഒരു നോട്ടീസ് നൽകിയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഫർമേഷൻ അറിയിക്കണം.
അതേസമയം തന്നെ കമ്പനി നിലവിലുള്ള ആ ഒരു പ്രദേശത്തെ 2 പ്രാദേശികമായിട്ടുള്ള പത്രങ്ങളിൽ ഒഫീഷ്യലായിട്ടുള്ള ഗസറ്റുകളിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകളും നൽകിയിരിക്കണം. അങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള നോട്ടീസ് അവിടെയും നൽകിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദ ഡയറക്ടർ ഷാൽ പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് എ ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ദെയർ ക്ലെയിംസ് ആൻഡ് പ്രസന്റ് ദം ടു ദ ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ്. കമ്പനിയുടെ ഈ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തെല്ലാം തയ്യാറാക്കിയിരിക്കണം? കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കണം, ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കണം, എങ്ങനെയാണ് കമ്പനിയുടെ ഇപ്പം നിലവിൽ കമ്പനിയുടെ ക്ലെയിംസുകൾ സെറ്റിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡീറ്റെയിൽസുകളും തയ്യാറാക്കി ഈ മീറ്റിങ്ങിൽ അത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. That is the third provision. Fourth one, the board shall appoint one of the directors to preside over the meeting. ബോർഡിലുള്ള ഒരു ബോർഡ് മെമ്പർ തന്നെയാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന ഒരു ഡയറക്ടർ തന്നെ ആയിരിക്കണം ഈ പറയുന്ന മീറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം മീറ്റിംഗ് കൺവീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അധ്യക്ഷനായിട്ട് വരേണ്ടത് ഒരു ബോർഡ് മെമ്പർ തന്നെ ആയിരിക്കണം. അതും ഒരു പ്രൊവിഷനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. Fifth one, both the meeting of the members and creditors shall pass a resolution for voluntary winding up of the company. അപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആർക്കൊക്കെ ചെയ്യാം? മെമ്പേഴ്സിന് ചെയ്യാം, അതേസമയം മെമ്പേഴ്സിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആവാം. അപ്പോൾ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ തീരുമാനപ്രകാരവും ക്രെഡിറ്റേഴ്സിൻ്റെ തീരുമാനപ്രകാരം ആ റെസൊല്യൂഷൻ മുഖേനയും എന്ത് ചെയ്യാം? വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാവുന്നതാണ്. That is the fifth point. Both the meeting of members and creditors shall pass a resolution for the voluntary winding up of the company. കമ്പനി വളണ്ടറി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടി മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ ക്രെഡിറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്ന റെസൊല്യൂഷൻ മുഖേന എന്ത് ചെയ്യാവുന്നതാണ്? വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, കോപ്പീസ് ഓഫ് ഓൾ റെസൊല്യൂഷൻ പാസ്ഡ് ആർ ടു ബി ഫൈൽഡ് വിത്ത് ദ രജിസ്റ്റർ വിതിൻ 10 days ഓഫ് ദി റെസൊല്യൂഷൻ. അതായത് ഇങ്ങനെ ഒരു തീരുമാനം വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് മെമ്പേഴ്സോ ക്രെഡിറ്റേഴ്സോ എടുത്തു കഴിഞ്ഞാൽ ആ എടുത്ത തീയതി മുതൽ 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് എവിടെ നൽകിയിരിക്കണം? ഫയൽ ചെയ്തിരിക്കണം. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ചെയ്യേണ്ടത്. അതിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വരുന്നതാണെങ്കിൽ അതിൽ പനിഷബിൾ ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ പറയുന്നൊരു പ്രൊവിഷനാണ് റെസൊല്യൂഷൻ പാസ്സാക്കിയ 10 ദിവസത്തിന് ഉള്ളിൽ ഈ ഒരു റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് അത് ഫയൽ ചെയ്തിരിക്കണം, സെൻഡ് ചെയ്തിരിക്കണം. Another one, the members and creditors at their respective meeting may each nominate the liquidator. അതായത് നമുക്കറിയാം കമ്പനിയുടെ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വളണ്ടറി വൈൻഡിങ് അപ്പിൽ 2 മെത്തേഡിലൂടെ ചെയ്യാം. ഒന്ന് ഗവൺമെൻറ് പാനലിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ മെമ്പേഴ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ എന്ത് ചെയ്യാം? ഈ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ലിക്വിഡേറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇവർ 2 പേരും ചെയ്യാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തികളൊക്കെയാണ് വരുന്നതെങ്കിൽ കോർട്ടായിരിക്കും അതിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെയൊരു റൂള് അവിടെ നിലവിലുണ്ട്. നെക്സ്റ്റ് പറയുന്നത് the creditors meeting may also appoint a committee for inspection consisting of not more than 5 members. അതായത് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാനുള്ള റൈറ്റ് മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഉണ്ട്. അപ്പം മെമ്പേഴ്സിൻ്റെ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 5 വ്യക്തികളിൽ കൂടുതലല്ലാത്ത, അതായത് അറ്റ്ലീസ്റ്റ് 5 വ്യക്തികളെങ്കിലും ഉള്ള ഒരു കമ്മിറ്റിയെ എന്ത് ചെയ്യാം? വൈൻഡിങ് അപ്പ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാം. ഇനി ക്രെഡിറ്റേഴ്സിൻ്റെ അതായിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു കമ്മിറ്റിയെ തന്നെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. 5-ൽ കൂടുതലാവാനായിട്ട് പാടില്ല. അപ്പോൾ ഈ വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് ഈ ലിക്വിഡേഷൻ വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയേഴ്സുകൾ ഒന്ന് ഒബ്സർവ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും കമ്പനി ലിക്വിഡേറ്ററിനെ അസിസ്റ്റ് ചെയ്യാനുള്ളതാണ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വളണ്ടറി വൈൻഡിങ് അപ്പിൽ മെമ്പേഴ്സിനും എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം, അതേസമയം ക്രെഡിറ്റേഴ്സിനും ചെയ്യാം. അതായത് 2 തരത്തിലുള്ള വളണ്ടറി വൈൻഡിങ് അപ്പ് വരുമ്പോൾ ഏതൊരു വൈൻഡിങ് അപ്പിനും ഈ പറയുന്ന വൈൻഡിങ് അപ്പ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ദ പേഴ്സൺ നോട്ട് മോർ കൺസിസ്റ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ വൈൻഡിങ് അപ്പ് കമ്മിറ്റി നോട്ട് മോർ ദാൻ 5. Next, the remuneration of the liquidator is to be fixed by the committee.
അതായത് കമ്പനി ലിക്വിഡേറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ഈ പറയുന്ന കമ്മിറ്റി ആയിരിക്കും. അങ്ങനെ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മിറ്റിയാണ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് 10th point, on the appointment of the liquidator, the powers of the board of directors comes to an end. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ അപ്പോയിന്റ് ചെയ്ത് ആ ദിവസം മുതൽ ആ ഒരു അപ്പോയിൻമെൻറ്റോട് കൂടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് അവിടെ എന്താവും, സ്റ്റോപ്പ് ആവും. പിന്നെ അവർക്ക് പവേഴ്സ് ഇല്ല. അതിന് പകരം കമ്പനിയുടെ പ്രൊസീജിയേഴ്സുകളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത് ആരായിരിക്കും, കമ്പനി ലിക്വിഡേറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് ദ 10th point. ഓൺ ദി അപ്പോയിൻമെന്റ് ഓഫ് ദ ലിക്വിഡേറ്റർ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പവർ ഷാൽ ടു എൻഡ്. നെക്സ്റ്റ്, where the winding up continues more than 1 year. അതായത് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ഒരു ലോങ് ടേം പ്രോസസ്സിലൂടെയാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം അങ്ങനെ ഒരു 1 ഇയറിനേക്കാളും എക്സീഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ലിക്വിഡേറ്റർ എന്ത് ചെയ്തിരിക്കണം, ഒരു ക്വാർട്ടർലി ആയിട്ടെങ്കിലും മെമ്പേഴ്സിൻ്റെയോ ക്രെഡിറ്റേഴ്സിൻ്റെയോ മീറ്റിംഗ് വിളിച്ച് ചേർക്കേണ്ടതാണ്. അതായത് അവിടെ ഗ്രാജ്വലി എങ്ങനെയുള്ള ഒരു പ്രോഗ്രസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടതാണ്. അവിടെ എന്തെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഡീലിങ്സുകളൊക്കെ ഇത് ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ലിക്വിഡേറ്റർ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ മീറ്റിംഗ് വിളിച്ച് ചേർക്കണം എന്നുള്ളതാണ് കമ്പനീസ് ആക്ട് 1956 ഒരു പ്രൊവിഷൻ പറയുന്നത്. ദാറ്റ് ഈസ് ദ 11th point. Another one, last point is that 12th point ആണ്. The final meeting of the members and the creditors is convened by the liquidator. അതായത് ഇപ്പോൾ കമ്പനിയുടെ വൈൻഡ് അപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എപ്പോഴാണ്, ഫൈനൽ മീറ്റിങ്ങിലാണ്. അപ്പോൾ ആ ഫൈനൽ മീറ്റിംഗ് മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെയോ വളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ ഫൈനൽ മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ട ഡ്യൂട്ടിയും ആർക്ക് തന്നെയാണ്, കമ്പനി ലിക്വിഡേറ്റർക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ വൈൻഡപ്പുമായിട്ട് തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIRs അതൊക്കെ എന്ത് ചെയ്തിരിക്കണം, ഈ മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. മീറ്റിംഗ് നടത്തി ഒരു ആഴ്ചയ്ക്കുള്ളിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, അതിൻ്റെ റിപ്പോർട്ട് രജിസ്ട്രാർക്ക് സമർപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യേണ്ടതാണ് ഫൈനൽ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. വിതിൻ 1 വീക്കിനുള്ളിൽ ആഫ്റ്റർ ദി മീറ്റിംഗ് ഇത് റിപ്പോർട്ട് ആർക്ക് ഫയൽ ചെയ്തിരിക്കണം, രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ കമ്പനീസ് ആക്ട് 1956 ഓരോ റൂളുകളാണ് നമ്മളിവിടെ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ന്യൂ കമ്പനീസ് ആക്ടിൽ ഈ പറയുന്ന നിയമം പ്രാബല്യത്തിലില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അനദർ ടോപ്പിക് ഇസ് ദാറ്റ് ഡിസൊല്യൂഷൻ ഓഫ് ദി കമ്പനി. വാട്ട് യു മീൻ ബൈ ഡിസൊല്യൂഷൻ ഓഫ് ദ കമ്പനി? ഡിസൊല്യൂഷനും വൈൻഡിങ് അപ്പും സെയിം ആണോ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത്. ഒരു കമ്പനി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ എക്സിസ്റ്റൻസ് അവിടെ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്. കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ആ സ്റ്റാറ്റസ് കമ്പനി ഡിസോൾവ് ചെയ്യുന്നതോടുകൂടി അതെന്ത് ചെയ്യും, അത് അവസാനിക്കും. കമ്പനിക്ക് പിന്നെ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ കമ്പനിയെ ഒരു ഡിസൊല്യൂഷൻ പ്രൊസീജിയേഴ്സിൽ ലിക്വിഡേറ്ററുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടെ ഡിസോൾവ് ചെയ്യുന്നതോടുകൂടെ ലിക്വിഡേറ്ററുടെ റോളും അവിടെ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ നമുക്കിവിടെ ഡിഫറൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. വൈൻഡിങ് അപ്പും ഡിസൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ winding up and dissolution. First one പറയുന്നത് winding up is the first stage which are the assets realized and liabilities are discharged and surplus amount to be distributed to the members. That is winding up എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതായത് ഈ ഡിസോൾവ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ അസറ്റ്സുകളൊക്കെ എന്ത് ചെയ്യാണ്, ഡിസ്പോസ് ചെയ്യുന്നു. ലാബിലിറ്റീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്യുന്നു.
റിമൈനിങ് ബാലൻസ് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെമ്പേഴ്സിന് തന്നെ അത് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതേസമയം ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ആണ്. അതോടുകൂടെ കമ്പനിയുടെ ലൈഫ് ഓഫ് ദ കമ്പനി കംസ് ടു എൻ എൻഡ്. അതോടുകൂടെ കമ്പനിയുടെ പര്യവസാനമായി, അല്ലെങ്കിൽ അത് ലാസ്റ്റ് ലൈഫ് അവസാനിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പറയാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് സ്റ്റേജ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വൈൻഡിങ് അപ്പ് ഈസ് ദ ലീഗൽ പ്രോസസ് ആൻഡ് ഡിസൊല്യൂഷൻ ഈസ് ദ എൻഡ് റിസൾട്ട്. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സുകളുമാണ്, ലീഗലായിട്ട് വരുന്ന പ്രോസസ്സുകളാണ് അവിടെ നടക്കുന്നത്. ഈ ലീഗൽ പ്രോസസ്സിന്റെ എൻഡ് റിസൾട്ട് ആയിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം ലീഗൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൾസറി വൈൻഡിങ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി ട്രൈബ്യൂണൽ ഉണ്ടായിരിക്കും. ട്രൈബ്യൂണൽ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ലിക്വിഡേറ്റർക്ക് ഒരുപാട് പവറുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെ ചെയ്യുന്നതാണ് വൈൻഡിങ് അപ്പ്. അപ്പം അതിൻ്റെ ആ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, കമ്പനിയെ പിരിച്ചുവിടുക അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുന്ന ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതോടുകൂടെ കമ്പനി എന്ത് ചെയ്യും, അതിൻ്റെ ലൈഫ് എൻഡ് ചെയ്യാണ്. ലാസ്റ്റ് വൺ പറയുന്നത് ഇൻ ദി പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ് ലിക്വിഡേറ്റർ റെപ്രസെൻറ്റ്സ് ദ കമ്പനി ബട്ട് ഇൻ ദ ഡിസൊല്യൂഷൻ ദ ലിക്വിഡേറ്റർ സീസസ് ടു റെപ്രസെൻറ്റ് ദ കമ്പനി. വൈൻഡിങ് അപ്പ് പ്രൊസീജിയറിൽ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്, ലിക്വിഡേറ്റർ ആണ്. കാരണം കമ്പനിയുടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു ഓർഡർ ഇഷ്യൂ ചെയ്ത ആ ഡേറ്റ് മുതൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പിന്നെന്തില്ല, റോളില്ല. അപ്പോൾ ആ റോൾ കംപ്ലീറ്റ് ഇനി കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കമ്പനി ലിക്വിഡേറ്റർ ആണ്. അപ്പോൾ വൈൻഡ് അപ്പ് പ്രൊസീജിയറിൽ കമ്പനി ലിക്വിഡേറ്റർക്ക് എന്തുണ്ടായിരിക്കും, ഒരു റോൾ ഉണ്ടായിരിക്കും. അതേസമയം വൈൻഡ് അപ്പ് ഡിസോൾവ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കമ്പനിയെ പിന്നെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ആരില്ല, ലിക്വിഡേറ്ററുടെ ആവശ്യം വരുന്നില്ല. ദാറ്റ് ഈസ് ദ ലിക്വിഡേറ്റർ സീസസ് ടു റെപ്രസെൻറ്റ് ദ കമ്പനി ഇൻ ദ ഡിസൊല്യൂഷൻ. ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്, ഡിഫറൻസസ് ബിറ്റ്വീൻ വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അതേസമയം നമുക്കിപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അതും കൂടെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഫൈനൽ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് പറയാനുള്ളതാണ്. കോൺസിക്വൻസ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കമ്പനിയുടെ പൊസിഷൻ എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ ലീഗലി അതിൻ്റെ റിസൾട്ട്, ഫൈനൽ റിസൾട്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ദ ഫോളോയിങ് ആർ ദ കോൺസിക്വൻസസ് ഇൻ ദ വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഫസ്റ്റ് വൺ, ദ കമ്പനി സീസസ് ടു ക്യാരി ഓൺ ദ ബിസിനസ്. അതായത് കമ്പനിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തത് അന്ന് മുതൽ കമ്പനി കമൻസ് ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. പക്ഷേ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അത് വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് പിന്നീട് ഇങ്ങനെ ബിസിനസ് ചെയ്യാനുള്ള പവർ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിയുടെ ബിസിനസ് റൺ ചെയ്യാനോ അത് കണ്ടിന്യൂ ചെയ്യാനോ ഇല്ല. അതായത് കമ്പനി എന്ന് പറയുന്നതിൻ്റെ കോർപ്പറേറ്റ് സ്റ്റാറ്റസും കോർപ്പറേറ്റ് പവറും കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യാണ്, ലോസ് ആകാണ്, നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കോൺസിക്വൻസ് പറയുന്നത്. ദ കമ്പനി സീസസ് ടു ക്യാരി ഓൺ ദ ബിസിനസ്. കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെല്ലാം ലീഗൽ സ്റ്റാറ്റസ് ഉണ്ടോ ആ സ്റ്റാറ്റസുകളെല്ലാം, കോർപ്പറേറ്റ് സ്റ്റാറ്റസ്, കോർപ്പറേറ്റ് പവർ, ഇതെല്ലാം കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതോടുകൂടെ കമ്പനിക്ക് നഷ്ടമാകും. ദാറ്റ് ഈസ് ദ കമ്പനി സീസസ് ടു എൻഡ്. കമ്പനിയുടെ എല്ലാ ബെനിഫിഷ്യലും അവിടെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് വൈൻഡിങ് അപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 2, പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു സീസ്. കമ്പനി വോളണ്ടറി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഒരു കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത ആ ഡേറ്റ് മുതൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പവർ ഇല്ലാതാവും. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആളാവാം, അല്ലെങ്കിൽ ഒന്നിലധികം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വൺ ഡയറക്ടർ ആയിരിക്കാം, ഹോൾ ടൈം ഡയറക്ടർ ആയിരിക്കാം. അവർക്കൊന്നും പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് കമ്പനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ രജിസ്ട്രാർക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കണം. ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് ചെയ്തു എന്നുള്ള പറയുന്ന ഒരു വിവരം രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്തിരിക്കണം. ആഫ്റ്റർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദി liquidator, there is no power to the directors, board of directors or the whole time director or manager etc.
Number 3, no transfer of shares and no alteration of the status of the members of the company. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ഓൾട്രേഷൻ ചെയ്യാനോ ഉള്ള പവർ ഇല്ല. അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺഎൻഫോഴ്സബിൾ. ദിസ് ടൈപ്പ് ഓഫ് ദ ഡീലിംഗ് ഈസ് വോയിഡ്. ഈ കമ്പനിയുടെ മെമ്പേഴ്സ് അവരൊക്കെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ കമ്പനിയുടെ ഷെയറുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം ട്രാൻസ്ഫറിങ്ങുകളൊക്കെ എന്തായിരിക്കും? അൺഎൻഫോഴ്സിബിൾ, നിയമത്തിന് സാധുത ഇല്ലാത്തതായിരിക്കും. ദാറ്റ് ഈസ് ദ വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. അതേസമയം ഇനി കമ്പനിയുടെ ലിക്വിഡേറ്ററുടെ സാങ്ഷനോട് കൂടെയാണ് ചില സിറ്റുവേഷൻസുകളിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നത് കൊണ്ട് വിരോധമില്ല. അതുകൊണ്ട് അത് ആരുടെ സാങ്ഷൻ ഉണ്ടായിരിക്കണം? കമ്പനി ലിക്വിഡേറ്ററുടെ സാങ്ഷൻ. ലിക്വിഡേറ്റർ അലൗഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ദ മെമ്പേഴ്സ് ക്യാൻ ഓൾട്ടർ ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ദ ഷെയർ ആൻഡ് ഓൾട്ടർ ദി ഷെയർ. നെക്സ്റ്റ് വൺ പറയുന്നത് ഡിസ്ചാർജ് ഓഫ് എംപ്ലോയീസ് ആണ്. അതായത് എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും അല്ലേ. അപ്പോൾ കമ്പനിയുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എംപ്ലോയീസിൻ്റെ സ്റ്റാറ്റസ് എന്താന്നുള്ളതാണ്. എംപ്ലോയീസും എന്തായി മാറും? അവർക്ക് ഇനി ആ പവർ ഡിസ്ചാർജ് ആവുകയാണ്. അവർക്ക് പിന്നെ അവിടെ അത് ക്യാൻസലായി പോയി. അവർക്ക് അവിടെ എന്തില്ല? പവറില്ല. പക്ഷെ രണ്ട് സിറ്റുവേഷൻസുകളിൽ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം? അവരുടെ പവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ദ ഇവിടെയുള്ള ലേബേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തുടർന്നും ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ കേസുകളിലാണ് എന്നുള്ളതാണ് പറയുന്നത്. On the voluntary winding up, the employees of the company will be discharged except when the liquidation is only for the reconstruction of the company. ഇപ്പോൾ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മെർജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ എ എന്ന് പറയുന്ന കമ്പനിയിലെ എല്ലാ ജോലിക്കാരെയും എംപ്ലോയീസിനെയും ബി എന്ന കമ്പനി ആയിട്ട് രൂപീകരിക്കുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്? എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ടേക്ക് ഓവർ ചെയ്യുന്ന കേസുകളിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ എംപ്ലോയീസിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. Okay, number 2, when the business is continued by the liquidator for the beneficial of the winding up of the company. കമ്പനിയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വൈൻഡ് അപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും അതെന്ത് ചെയ്യാം? റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചില ഓൾട്ടറേഷൻസുകളൊക്കെ വരുത്തിയതിന് ശേഷം വീണ്ടും അതിനെന്ത് ചെയ്യാവുന്നതാണ്? കമ്പനി ആയിട്ട് ഫോം ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലും പഴയ ആ ഒരു നിലവിലുള്ള എംപ്ലോയീസിനെ വീണ്ടും അവർക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെയും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിലും എന്ത് ചെയ്യാൻ പറ്റില്ല? എംപ്ലോയീസ് ഡിസ്ചാർജ് ആകുന്നില്ല. ഇപ്പോൾ രണ്ട് സിറ്റുവേഷനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കമ്പനി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടി അവിടെ എന്ത് ചെയ്യുന്നില്ല? ഡിസ്ചാർജ് ആവുന്നില്ല, കംപ്ലീറ്റ് ആകുന്നില്ല. അവർക്ക് വീണ്ടും തുടർന്ന് അവിടെ തന്നെ എന്ത് ചെയ്യാൻ? ജോലി ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കും. പക്ഷെ അതേസമയം എന്ത് ചെയ്യുക? കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടി ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാനാണ് ലിക്വിഡേറ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെയും ഇവർക്ക് തുടരാനുള്ള ഒരു അവസരം കിട്ടുന്നതായിരിക്കും. അതാണ് ഇവിടെ നമുക്ക് 2 പോയിന്റുകൾ പറയുന്നത്. അനദർ വൺ, ഡോക്യുമെന്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഡോക്യുമെന്റ്സുകളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കമ്പനിയുടെ ഡോക്യുമെന്റ്സുകൾ ഓരോ ഡെയിലി എവറി ഡോക്യുമെന്റ്സുകൾ, അതായത് ഇൻവോയ്സ്, ഓർഡർ ഫോർ ഗുഡ്സ്, ബിസിനസ് ലെറ്റേഴ്സ്, ഇതൊക്കെ കമ്പനി സാധാരണ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ്സുകളാണ്. അപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഇങ്ങനെ ഒരു ക്ലോസ് അതിൽ വെച്ചിരിക്കണം. വൈൻഡ് അപ്പ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, അതിന് ശേഷം തുടർന്ന് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതാണ് പറയുന്നത്. എവറി ഡോക്യുമെന്റ്സ് ഇൻ ദ നേച്ചർ ഓഫ് ആൻ ഇൻവോയ്സ്, then order for goods, then business letters issued by the company in the name of the company after the commencement of winding up must contain a statement that the company is being wound up. കമ്പനി ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസ് അവിടെ നൽകിയിരിക്കണം. അത് ആ ഡോക്യുമെന്റ്സുകളിലൊക്കെ നൽകിയിരിക്കണം എന്നുള്ളത് ഒരു പ്രൊവിഷനാണ്. നെക്സ്റ്റ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്.
അതായത് നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എപ്പോഴും കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാനുള്ള ക്ലെയിം കിട്ടാൻ ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ള ആളുകളാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ് ആദ്യമായിട്ട്, ഇപ്പോൾ വളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ വളണ്ടറി വൈൻഡിങ് അപ്പ് ആവാം, ക്രെഡിറ്റേഴ്സിൻ്റെ വളണ്ടറി വൈൻഡിങ് അപ്പ് ആവാം. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ വളണ്ടറി വൈൻഡിങ് അപ്പ് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് കൊടുത്തിരിക്കണം, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് നൽകിയിരിക്കണം. ദാറ്റ് ഈസ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഗെറ്റ് ഫസ്റ്റ് പ്രിഫറൻസ് വൈൽ അപ്ലൈയിങ് അസറ്റ്സ് അവൈലബിൾ ടു ലിക്വിഡേറ്റർ ഫോർ പേയ്മെൻറ്റ്. അതായത് ആരൊക്കെയാണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അവർക്ക് കിട്ടാനുള്ള എമൗണ്ട് എത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ലിക്വിഡേറ്റർക്കാണ്. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ ഫസ്റ്റ് തന്നെ പ്രിഫറൻസ് ആർക്കുണ്ടായിരിക്കും, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനായിരിക്കും നൽകുന്നത്. അതാണ് ഇവിടെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാനുള്ള കാരണം. അനദർ വൺ പറയുന്നത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അവരുടെ പേയ്മെൻറ്റുകളൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ആർക്ക് കിട്ടുള്ളൂ, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കിട്ടുള്ളൂ. പക്ഷെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈക്വലി അവരെ പ്രൊപ്പോർഷനേറ്റഡ് ആയിട്ട് തന്നെ അവരുടെ പേയ്മെൻറ്റുകളും നൽകുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പേയ്മെൻറ്റ് നൽകുന്നത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് നൽകിയതിന് ശേഷം. അതുപോലെ തന്നെ ലിക്വിഡേഷൻ്റെ കോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു കോസ്റ്റ് വളരെയധികം ഉണ്ടായിരിക്കും, ആ കോസ്റ്റ് നൽകിയതിന് ശേഷം. അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ്, ആ ഫ്ലോട്ടിംഗ് അങ്ങനെയുള്ള ചാർജുകളെല്ലാം നൽകിയതിന് ശേഷം മാത്രമാണ് ആർക്ക് കിട്ടുള്ളൂ, അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സിന് അവർക്ക് പിന്നെ ആ ഒരു പേയ്മെൻറ്റ് കിട്ടാനുള്ള അർഹത ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് വളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള കമ്പനിയുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 7 പോയിന്റുകൾ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ദ കമ്പനി സീസസ് ടു ക്യാരി ഓൺ ദ ബിസിനസ്. വളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് റൺ ചെയ്യാനായിട്ട് പറ്റില്ല. ദ കമ്പനി ലോസസ് ഇസ് കോർപ്പറേറ്റ് പവർ ആൻഡ് കോർപ്പറേറ്റ് സ്റ്റാറ്റസ് ത്രൂ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. നമ്പർ 2, പവേഴ്സ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു സീസ്. അതായത് അപ്പോയിൻമെൻറ്റ് ലിക്വിഡേറ്ററിന് അപ്പോയിൻറ്റ് ചെയ്തത് മുതൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പിന്നെ അവിടെ നിന്നില്ല, റോളില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഫങ്ഷൻസുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം ലിക്വിഡേറ്റർ ആയിരിക്കും കമ്പനി എന്ത് ചെയ്യുന്നത്, അവരുടെ ആ ഡീലിങ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. തേർഡ് വൺ പറയുന്നത് കമ്പനിയുടെ ഷെയർസുകൾ ട്രാൻസ്ഫർ ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഉള്ള അധികാരം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ദാറ്റ് ദ ഡീലിംഗ് ഈസ് കൺസിഡർഡ് ആസ് വോയിഡ്. അങ്ങനെയുള്ള ഓൾട്ടറേഷൻ, അതുപോലെ ഷെയർസുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, കമ്പനിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും അല്ലേ, അത് കമ്പനിയുടെ ഒരു ഫീച്ചറാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് ലീഗലി എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവില്ല. പക്ഷേ ചെയ്യാം, ആരുടെ സാങ്ഷനോട് കൂടെയാണ്, ലിക്വിഡേറ്ററുടെ സാങ്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. ഇനി എംപ്ലോയീസിനെ ഡിസ്ചാർജ് ചെയ്യുമോ എന്നുള്ളതാണ്. പക്ഷേ എംപ്ലോയീസിന് 2 കേസുകളിൽ ഡിസ്ചാർജ്, അവരുടെ ഡ്യൂട്ടി അവിടെ അവസാനിക്കുന്നില്ല, അവർക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതായത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്, കമ്പനി വീണ്ടും പുതിയൊരു മോഡലിലേക്ക് കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ പഴയ വീക്കായിട്ടുള്ള കമ്പനിയുടെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിലേക്ക് എന്ത് ചെയ്യാണ്, മെർജ് ചെയ്യാണ്, അല്ലെങ്കിൽ 2 കമ്പനികൾ സ്പ്ലിറ്റ് ചെയ്യാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് കമ്പനി താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്തതെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിലൊന്നും എന്ത് ചെയ്യില്ല, എംപ്ലോയീസിനെ ഡിസ്ചാർജ് ചെയ്യുന്നില്ല. അനദർ വൺ ഡോക്യുമെൻ്റ് ഓഫ് ദി കമ്പനിയാണ്. കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സുകളിൽ എന്ത് ചെയ്തിരിക്കണം, ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്തു എന്നുള്ളതും വൈൻഡ് അപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു അതിന് ശേഷം വരുന്ന ആ റൂളുകളൊക്കെ അവിടെ നോട്ടീസ് ചെയ്തിരിക്കണം. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളുണ്ട്. അതായത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനായിരിക്കും കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവരുടെ പേയ്മെൻറ്റുകളൊക്കെ കിട്ടാനായിട്ടുള്ള അർഹത ഉള്ളത്, ഫസ്റ്റ് പ്രിഫറൻസ്. അത് അവർക്ക് കൊടുത്തതിന് ശേഷം ആഫ്റ്റർ ഗിവിംഗ് ദ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ആൻഡ് ആഫ്റ്റർ ഗിവിംഗ് ദ പേയ്മെൻറ്റ് ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺലി ഗെറ്റ് ടു ദി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഇവർക്കൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സിന് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അവരുടെ ക്ലെയിം കിട്ടാനുള്ള അധികാരമുള്ളൂ. ഇത്രയാണ് നമുക്ക് ഈ വളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്ന
ടോപ്പിക്കിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇതോടുകൂടെ നമ്മുടെ കമ്പനി വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവിടെ അവസാനിച്ചു. നമ്മുടെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കോർപ്പറേറ്റ് റെഗുലേഷനിലെ 3 ചാപ്റ്ററുകളാണ് ഞാൻ ഡീൽ ചെയ്തത്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഫോർത്ത്, അതായത് 3rd മൊഡ്യൂളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ 4th ചാപ്റ്റർ ആയിട്ട് വരുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അതും, അതുപോലെ തന്നെ കമ്പനി മീറ്റിംഗ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഈ ഇത്രയും ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടെ നമ്മുടെ കമ്പനി വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്ന ടോപ്പിക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ കമ്പനി മീറ്റിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി. ഇതിൽ 2 വൈൻഡിങ് അപ്പിനെ കുറിച്ചാണ് പറയുന്നത്. കമ്പൾസറി വൈൻഡിങ് അപ്പ് ഓർ വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ ഓർ വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ അത് വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ മെമ്പേഴ്സ് ആവാം, വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ ദ ക്രെഡിറ്റേഴ്സ് ആവാം. അപ്പോൾ രണ്ടിനും 2 പ്രൊസീജിയേഴ്സുകളാണ് വരുന്നത്. അതുപോലെ തന്നെ കമ്പൾസറി വൈൻഡിങ് അപ്പ് ആയിട്ടുള്ള വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെയും ലീഗൽ പ്രൊസീജിയേഴ്സുകളുണ്ട്. എങ്ങനെയാണ് വൈൻഡിങ് അപ്പ് ചെയ്യുന്ന പ്രൊസീജിയർ എന്നുള്ളതും, ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും, വൈൻഡിങ് അപ്പ് കമ്മിറ്റി എങ്ങനെയാണ് എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുകളാണ് നമുക്ക് ആ 2 വൈൻഡിങ് അപ്പുകളിലും പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ കൂടുതലായിട്ടും എന്തെങ്കിലും എക്സ്പ്ലനേഷൻസുകൾ വരുന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.